വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ എസ്എഫ്ഐ സംസ്ഥാന സെക്രട്ടറി PM ആർഷോയുടെ മാർക്ക് ലിസ്റ്റിൽ വിവാദം. 3ാം സെമസ്റ്റർ ആർക്കിയോളജിയുടെ മാർക്ക് ലിസ്റ്റിൽ എല്ലാ വിഷയത്തിനും 0 മാർക്കാണ് രേഖപ്പെടുത്തിയത്. പക്ഷേ പാസ്സായി എന്നാണ് ലിസ്റ്റിൽ പറയുന്നത്. എറണാകുളം മഹാരാജാസ് കോളേജിലെ ആർക്കിയോളജി ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയാണ് ആർഷോ. ഫാസിൽ KSU ആർഷോ പരീക്ഷ എഴുതിയിരുന്നില്ലെന്നും സാങ്കേതിക പിഴവാണ് കാരണമെന്നും പ്രിൻസിപ്പൽ VS ജോയി പ്രതികരിച്ചു. മാർക്ക് തിരുത്തിയിട്ടില്ല മാഡം. ഇതിൽ നമുക്ക് അത് വാല്യൂ എല്ലാം 0ആണ്. പിന്നെ മാർക്ക് എന്തിനാ തിരുത്തുന്നത്? വാല്യൂ എല്ലാം 0 ആയിട്ട് കിടക്കുന്നു. റിസൾട്ടിന്റെ അവിടെ പാസ് എന്ന് പറഞ്ഞു. മാത്രമല്ല ഇവിടെ SCPA ഒരു ടെക്നിക്കൽ എററാണ്. അതായത് പിന്നെ ഇത് സോഫ്റ്റ്വെയർ എററാണ്. NIN എന്നാണ് കാണിക്കുന്നത്. സോഫ്റ്റ്വെയർ എററാണ് കാണിക്കുന്നത്. അല്ലാതെ വാല്യൂസിലൊന്നും ഞങ്ങൾ തിരുത്തിയതാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പരിശോധിക്കാവുന്നതാണ്. പരീക്ഷ എഴുതിയിട്ടില്ല. ഇത് മൊത്തം കുട്ടികളുടെ റിസൾട്ടാണ്. ആർക്കിയോളജിയിലെ മൊത്തം കുട്ടികളുടെ റിസൾട്ടിന്റെ കൂട്ടത്തിൽ വന്നതാണ്. അല്ലാതെ അയാളുടെ റിസൾട്ട് മാത്രമായിട്ട് പബ്ലിഷ് ചെയ്തതല്ല. മൊത്തം റിസൾട്ട് മാർക്ക് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സുവി വിശ്വനാഥൻ വിവരങ്ങൾ പങ്കുവെക്കും. സുവി, ലിസ്റ്റിൽ മാർക്ക് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും SFIയുടെ സംസ്ഥാന സെക്രട്ടറി പാസ്സായവരുടെ കൂട്ടത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. ഈ പ്രിൻസിപ്പളുടെ വിശദീകരണം കേട്ടിട്ടൊന്നും മനസ്സിലായില്ല. എന്താണ് അദ്ദേഹം ഇതിനെ ന്യായീകരിക്കാൻ ഏത് തരത്തിലാണ് ശ്രമിക്കുന്നത്? രഞ്ജിത്ത്, SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയുമായി ബന്ധപ്പെട്ട മാർക്ക് ലിസ്റ്റ് വിവാദമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മഹാരാജാസ് കോളേജിലെ ആർക്കിയോളജിക്കൽ ബിരുദ വിദ്യാർത്ഥിയാണ് ഈ PM ആർഷോ. ആർഷോയുടെ 3ാം സെമസ്റ്റർ മാർക്ക് ലിസ്റ്റാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ മാർക്ക് ലിസ്റ്റിൽ ഓരോ വിഷയങ്ങൾക്കും 0 മാർക്കുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ആർഷോ പരീക്ഷ എഴുതിയിട്ടില്ല, പക്ഷേ മാർക്ക് ലിസ്റ്റിന് മുകളിൽ പാസ്സായി എന്നും എഴുതിയിട്ടുണ്ട്. അതായത് ആർഷോ പരീക്ഷ എഴുതാതെ പാസ്സായിരിക്കുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഈ റിസൾട്ട് വന്നിരിക്കുന്നത് മാർച്ച് 23-ാം തീയതിയാണ്. അതിനുശേഷം ഇന്ന് KSUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം അറിയിച്ചപ്പോഴാണ് ഈ മാർക്ക് ലിസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ മഹാരാജാസ് കോളേജ് അധികൃതർ തയ്യാറായത്. അതിനെതിരെ വലിയ പ്രതിഷേധമാണ് KSUവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇവർ പറയുന്ന ഒരു കാര്യം, മാർച്ച് 23-ന് ഈ റിസൾട്ട് വന്നിട്ടും എന്തുകൊണ്ടാണ് അധികൃതർ ഇത് തിരുത്താത്തത് എന്നൊരു ചോദ്യമാണ് KSUവിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അത് കാരണം ഇത് ആർഷോയെ സഹായിക്കാൻ വേണ്ടി, മാർക്ക് തിരുത്താൻ വേണ്ടിയുള്ള ഇടപെടലുകളാണ് മഹാരാജാസ് കോളേജ് അധികൃതർ നടത്തുന്നത് എന്നാണ് KSU ആരോപിക്കുന്നത്. എന്നാൽ ഇത് വിവാദമായപ്പോൾ പ്രിൻസിപ്പലിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് ഇതാണ്: ഇത് സാങ്കേതിക പിഴവ് മാത്രമാണ്, അല്ലാതെ ഇതിനകത്ത് മറ്റ് തിരിമറികൾ നടത്തിയിട്ടില്ല. ആർഷോ പരീക്ഷ എഴുതിയിട്ടില്ല. 0 മാർക്കുകളാണ് മാർക്ക് ലിസ്റ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുഴുവൻ വിദ്യാർത്ഥികളും പാസ്സായിരിക്കുന്നു എന്ന രീതിയിലുള്ള പാസ് എന്ന റിസൾട്ട് മാത്രമാണ് എഴുതിയിരിക്കുന്നത്. അത് തിരുത്തി നൽകാൻ വേണ്ടി 1 വർഷത്തെ കാലതാമസം ഉണ്ട്. അത് തങ്ങൾ തിരുത്തി നൽകുകയും ചെയ്യും എന്നൊരു വിശദീകരണമാണ് മഹാരാജാസ് കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും PM ആർഷോയുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ നേരത്തെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. അതിന് ചുവട് പിടിച്ചുകൊണ്ട് ഇപ്പോൾ മാർക്ക് ലിസ്റ്റ് വിവാദവും പുറത്തു വന്നിരിക്കുകയാണ്. ഈ സാങ്കേതിക പിഴവ് എന്ന് പറയുമ്പോൾ KSU ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നമുക്ക് ആ KSU നേതാവിന്റെ പ്രതികരണത്തിലേക്ക് ഒന്ന് പോയിട്ട് സുവിയിലേക്ക് വരാം. ഒരു സെമ്മിന്റെ റിസൾട്ട് വരുന്നത് എല്ലാ വിദ്യാർത്ഥികളെയും ഒരു ഡോക്യുമെന്റിലാണ് വരുന്നത്. ആ ഡോക്യുമെന്റിൽ ആർഷോ എന്ന വ്യക്തിയുടേത് മാത്രം ഒറ്റ സബ്ജക്റ്റും വിഷയവും ഇല്ലാതെ പാസ്ഡ് എന്ന് കാണിക്കുകയും അത് പിന്നെ ആരും ശ്രദ്ധിക്കാതെ മാർച്ച് 23-ാം തീയതി വന്ന റിസൾട്ടാണ് ഇന്ന് ജൂണ് 3 മാസത്തിന് ശേഷം ജൂൺ 6-ാം തീയതി ഞങ്ങൾ പറഞ്ഞത് നിമിത്തം ഇവിടെ വെബ്സൈറ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നോക്കാൻ ഇവിടെ അതോറിറ്റി ഇല്ല. സാറുമാർ കണ്ട PDF ആണ്, വിദ്യാർത്ഥികൾ കണ്ട PDF ആണ്. എന്നിട്ടും ഒരു തിരുത്തൽ നടന്നിട്ടില്ല. KSU ഇന്ന് ഉപരോധമായിട്ട് വന്നതിന് ശേഷമാണ് ഇപ്പോൾ വെബ്സൈറ്റിൽ നിന്ന് അത് റിമൂവ് ചെയ്തിട്ടുള്ളത്. സുവി തുടരുന്നുണ്ട്. സുവി, ഇതാണ് ഈ ഒരേ രീതിയിലാണ് ഈ ഡോക്യുമെന്റിൽ രേഖപ്പെടുത്തുന്നത്. ഇവിടെ ഒരാൾ പരീക്ഷ പോലും എഴുതാൻ പറ്റാത്ത ഒരാൾ പാസ്സായി എന്ന് പറയുന്നു. ഇത് സാങ്കേതിക പ്രശ്നമാണെന്ന് പ്രിൻസിപ്പാൾ വിശദീകരിക്കുന്നു. പക്ഷേ ഇങ്ങനെ വളരെ കുറച്ച് കുട്ടികൾ മാത്രമുള്ള ഒരു ഡോക്യുമെന്റിൽ ഇത്തരമൊരു സാങ്കേതിക പ്രശ്നം കടന്നുകൂടിയിട്ട് അത് ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ന്യായമുള്ളതായി തോന്നുന്നുണ്ടോ?
തീർച്ചയായും പ്രിൻസിപ്പാളിന്റെ ഒരു പ്രതികരണത്തെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. കാരണം മാർച്ച് 23-നാണ് ഈ റിസൾട്ട് വരുന്നത്. റിസൾട്ട് വരുമ്പോൾ തന്നെ ഓൾ പാസ് എന്ന് കാണിക്കുന്നു. പ്ലസ് 0 മാർക്കുകളാണ് അർഷോയ്ക്ക് കാണിക്കുന്നത്. എന്നിട്ട് ഇത്രയും നാളായിട്ട് 3 മാസമാകുന്നു. എന്നിട്ട് ഇത്രയും നാളായിട്ട് പോലും ആ മാർക്ക് ലിസ്റ്റ് തിരുത്താൻ അധികൃതരുടെ ഭാഗത്തുനിന്ന്, മഹാരാജാസ് കോളേജിലെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതിന്റെ കാരണമാണ് KSU ചോദിക്കുന്നത്. അവർ ചോദിക്കുന്ന ചോദ്യം ന്യായമാണ്. ഒരു തരത്തിലും മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പാളിന്റെ ഈ വിശദീകരണം ന്യായീകരിക്കാൻ കഴിയില്ല. ഏതായാലും ഇപ്പോൾ പ്രതിഷേധമുണ്ടായ സാഹചര്യത്തിൽ മാർക്ക് ലിസ്റ്റ് ഡിലീറ്റ് ചെയ്തു എന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്. രഞ്ജിത്ത്, സുവി തുടരുക. മറ്റൊരു വാർത്ത വരുന്നത് അതും ഒരു ക്രമക്കേടുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. അതായത് ഗസ്റ്റ് ലെക്ചറർ ആകാൻ വ്യാജരേഖ ചമച്ചതിന് പൂർവ്വ വിദ്യാർത്ഥിനിക്കെതിരെ പോലീസിൽ പരാതിയുമായി എറണാകുളം മഹാരാജാസ് കോളേജ്. കാസർഗോഡ് സ്വദേശിനിയായ K വിദ്യക്കെതിരെയാണ് പരാതി. അട്ടപ്പാടി സർക്കാർ കോളേജിലാണ് ഗസ്റ്റ് ലെക്ചറർ അഭിമുഖത്തിന് വ്യാജരേഖ ചമച്ചത്. രേഖകളിലെ സീലും എംബ്ലവും തെറ്റാണെന്ന് പോലീസിൽ പരാതി നൽകിയെന്ന് കോളേജ് പ്രിൻസിപ്പൽ VS ജോയ് പറഞ്ഞു. വിദ്യാലയന്റെ പോലീസിലേക്ക് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് അത് ലീഗലായിട്ട് നീങ്ങാൻ തന്നെയാണ് ഞങ്ങൾക്ക് ഉപദേശം കിട്ടിയിരിക്കുന്നത്. കാരണം ഞങ്ങളുടെ കോളേജ് എഡ്യൂക്കേഷന്റെ ലൈസൺ ഓഫീസറുമായിട്ട് സംസാരിച്ചപ്പോൾ കൃത്യമായിട്ട് പോലീസിൽ കേസ് കൊടുക്കാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. തുടർന്ന് ഈ പറഞ്ഞ കാര്യം ചെയ്തതിന് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കോളേജ് കൗൺസിലിന്റെ തീരുമാനം. സുവി വിശ്വനാഥൻ വിവരങ്ങൾ പങ്കുവെക്കും. സുവി, ഈ ക്രമക്കേടും ഈ മഹാരാജാസുമായി ബന്ധപ്പെട്ടാണല്ലോ. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇതിലൊരു ബന്ധം എന്ന് പറയുന്നത് ഈ വിദ്യാർത്ഥിനി വിദ്യ K എന്ന് പറയുന്ന വിദ്യാർത്ഥിനി ഇവിടെ മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകയായിരുന്നു എന്നാണ് നമ്മളോട് സംസാരിച്ച KSU പ്രതിനിധി നേരത്തെ അറിയിച്ചത്. ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസമാണ് അട്ടപ്പാടി ഗവൺമെന്റ് കോളേജിൽ മലയാളം വിഭാഗത്തിലേക്ക് ഗസ്റ്റ് ലെക്ചർ ഡേ അഭിമുഖം നടന്നത്. അപ്പോഴാണ് കാസർഗോഡ് സ്വദേശിനിയായ മഹാരാജാസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിനിയായ വിദ്യ K അഭിമുഖത്തിന് വേണ്ടി എത്തുന്നത്. അവിടെ അവർ 2 സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. ആ സർട്ടിഫിക്കറ്റുകൾ വ്യാജ സർട്ടിഫിക്കറ്റുകളായിരുന്നു. താൻ 2 വർഷം ഈ എറണാകുളം മഹാരാജാസ് കോളേജിൽ മലയാള വിഭാഗത്തിൽ ഗസ്റ്റ് ലെക്ചർ ആയിരുന്നു എന്നത് കാണിക്കുന്ന രേഖയാണ് ഇവർ കാണിച്ചത്. ഈ അഭിമുഖ പാനലിൽ ഇരുന്നവർക്ക് ഒരു സംശയം തോന്നുകയും അതിനെ തുടർന്ന് അവർ മഹാരാജാസ് കോളേജ് അധികൃതരുമായി ബന്ധപ്പെടുകയും ചെയ്തു. അവർക്ക് ഈ സർട്ടിഫിക്കറ്റുകൾ മെയിൽ ചെയ്ത് നൽകി. അപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണ് എന്ന് മഹാരാജാസ് കോളേജ് അധികൃതർ പറയുന്നത്. കാരണം അതിന്റെ എംബ്ലം, സീല് ഇതെല്ലാം തന്നെ വ്യാജമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഒപ്പം കഴിഞ്ഞ 10 വർഷമായി മഹാരാജാസ് കോളേജിൽ മലയാള വിഭാഗത്തിൽ ഗസ്റ്റ് ലെക്ചറെ നിയമിച്ചിട്ടില്ല എന്നും പ്രിൻസിപ്പൽ എടുത്തു പറയുന്നുണ്ട്. ഈ കാരണങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒപ്പം ഈ വിദ്യ K എന്ന് പറയുന്ന ഈ പെൺകുട്ടി, ഈ ഗസ്റ്റ് അധ്യാപികയുടെ അഭിമുഖത്തിന് വന്ന പെൺകുട്ടി നേരത്തെ കാസർഗോഡ് ഒരു സർക്കാർ കോളേജിലും അതുപോലെ പാലക്കാട് ഒരു സർക്കാർ കോളേജിലും ഗസ്റ്റ് അധ്യാപികയായിരുന്നു. ഈ പാലക്കാട് സർക്കാർ കോളേജിൽ ഗസ്റ്റ് അധ്യാപികയായിരുന്ന ഇവർ ഈ മഹാരാജാസ് കോളേജിലെ പ്രവൃത്തി പരിചയത്തിന്റെ സർട്ടിഫിക്കറ്റാണ് കാണിച്ചിരുന്നത്. അവർ കാലടിയിൽ സർവകലാശാലയിൽ നിന്ന് MPhilഉം നേടിയിട്ടുണ്ട്. 2018-ലാണ് വിദ്യ K എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥിനി ഇവിടെ ഈ മഹാരാജാസ് കോളേജിൽ മലയാള വിഭാഗത്തിൽ ബിരുദാനന്തര ബിരുദം ചെയ്യുന്നത്. 2018, 19, 20, 21 കാലയളവിലെ ഈ 2 വർഷ കാലയളവിലെ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് ഈ 2 വർഷ കാലയളവ് താൻ ഇവിടെ ഗസ്റ്റ് അധ്യാപികയായിരുന്നു എന്ന വ്യാജരേഖയാണ് ഇവർക്ക് ഉണ്ടാക്കി അഭിമുഖ പാനലിന് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇത് വ്യാജരേഖയാണ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് മഹാരാജാസ് കോളേജ് അധികൃതർ പോലീസിൽ പരാതി നൽകി. എറണാകുളം സെൻട്രൽ പോലീസിലാണ് പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വ്യാജരേഖ ചമച്ച് ഹാജരാക്കി എന്ന വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. ഏതായാലും ഈ സംഭവം നടന്നിരിക്കുന്നത് അട്ടപ്പാടിയിലാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ കേസ് അട്ടപ്പാടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും എന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ പറയുന്നത്. ഏതായാലും ഈ കേസ് ഇതിൽ അതായത് ഈ വ്യാജരേഖ ചമച്ച കേസിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത്, ശരി. സുവി വിശ്വനാഥൻ വിവരങ്ങൾ പങ്കുവച്ചു. മറ്റു ചില വാർത്തകളിലേക്ക് കടന്നാൽ, മഹാരാജാസ് കോളേജ് വ്യാജ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്ന് മന്ത്രി R ബിന്ദു. മാധ്യമങ്ങളിൽ വാർത്ത വന്നു എന്ന് മാത്രമേ അറിയൂ. വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ വിദ്യാർത്ഥിക്കെതിരെ കേസെടുത്ത് നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. PM ആർഷോയുടെ മാർക്ക് ലിസ്റ്റ് വിവാദത്തിൽ തെറ്റ് ചെയ്തോ എന്നറിയില്ലെന്നും മന്ത്രി പറഞ്ഞു.
കോട്ടയം കാഞ്ഞിരപ്പള്ളി അമൽ ജ്യോതി കോളേജിൽ വിദ്യാർത്ഥിനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ശക്തം. ഇതിനിടെ കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു. ഹോസ്റ്റൽ ഒഴിയാൻ വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റ് നിർദ്ദേശം നൽകി. ഹോസ്റ്റൽ ഒഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി രാത്രിയിലും വിദ്യാർത്ഥി സമരം തുടർന്നു. അവധി ദിവസം കോളേജിൽ തുടരാൻ ആകില്ലെന്ന് വിദ്യാർത്ഥികളെ കോളേജ് മാനേജ്മെന്റ് ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. It's my phone, it's my right. എന്തിനാ വന്നവിടെ? ഇന്നലെ MLA-യുടെയും ഡിവൈഎസ്പിയുടെയും മുൻപിൽ വെച്ച് എടുത്ത തീരുമാനം നടപ്പാവും. അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. അതിനകത്ത് റെക്കോർഡ് നിങ്ങൾ സമയത്തിന് വരിക. കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ വിദ്യാർത്ഥികളെ പൂട്ടിയിട്ടു. കോളേജിലേക്ക് KSU ABVP ഫ്രട്ടേണിറ്റി പ്രവർത്തകർ മാർച്ച് നടത്തി. വിഷയത്തിൽ SFI സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം ആചരിക്കുകയാണ്. ജി ശ്രീജിത്ത് വിവരങ്ങൾ നൽകും. ശ്രീജിത്ത്, ഇതിപ്പോൾ ഒരു ആത്മഹത്യ നടക്കുന്നു, അതിന്റെ പേരിൽ വലിയ പ്രതിഷേധമുണ്ടാകുന്നു. ഇപ്പോഴും നിഷേധാത്മകമായ വിദ്യാർത്ഥി വിരുദ്ധമായ സമീപനം സ്വീകരിക്കുകയാണോ മാനേജ്മെന്റ്? തീർച്ചയായും അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ രഞ്ജിത്ത്. രാവിലെ മുതൽ, അതായത് ഇന്നലെ ഈ ഒരു രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ചർച്ച നടത്തുന്നു. അതിനിടയിൽ ഒരു ഇന്നും ചർച്ച നടത്താമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി നിൽക്കുകയായിരുന്നു. അതിനിടെയാണ് അപ്രതീക്ഷിതമായി കോളേജ് അടയ്ക്കുന്ന ഒരു നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ തന്നെ കോളേജ് ഈ ഗേറ്റ് പൂർണ്ണമായും അടച്ചിട്ടുകൊണ്ട് ഉള്ളിൽ ചർച്ച നടത്തുന്ന ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസുകാരുൾപ്പെടെയുള്ളവർ കോളേജിനുള്ളിലേക്ക് പോയിരിക്കുന്നു. ചർച്ച ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുമെന്ന പ്രതീക്ഷ മാത്രമാണുള്ളത്. ഇവിടെ നിന്ന് ഡിവൈഎസ്പി ഇപ്പോഴാണ് അങ്ങോട്ടേക്ക് പോയിട്ടുള്ളത്. ഏതാണ്ട് 12 മണിയോടുകൂടി തന്നെ N ജയരാജ് MLA ഇവിടേക്ക് ചർച്ചയ്ക്കായി എത്തിയിരുന്നു. എന്തായാലും ചർച്ച നടത്താതെ വൈകിപ്പിക്കുന്നു എന്ന അടക്കമുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. ഇന്നലെ ഈ ഒരു പ്രശ്നം ഉണ്ടായെങ്കിലും, അതായത് ഈ ഒരു ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാമെങ്കിലും ഇന്ന് രാവിലെ കണ്ട കോളേജ് മാനേജറുടെ വാക്കുകളാണ് നമ്മൾ നേരത്തെ കേട്ടത്. അതായത് ഇന്നലത്തെ തീരുമാനം മാത്രമേ ഉള്ളൂ, ഇനി കൂടുതലൊന്നുമില്ല, നിങ്ങൾ പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും കോളേജിനുള്ളിലാണ് വിദ്യാർത്ഥികൾ എല്ലാവരും ഈ ചർച്ച നടക്കുന്ന സാഹചര്യത്തിൽ ഉള്ളത്. ഈ ചർച്ചയോടക്കം നിഷേധാത്മകമായ സമീപനം മാനേജ്മെന്റ് സ്വീകരിക്കുമ്പോൾ ഈ സമരത്തിന്റെ ഭാവി എന്ത്, ഈ സമരം തകർക്കാനുള്ള മാനേജ്മെന്റിന്റെ നീക്കം തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി തന്നെ കോളേജ് മാനേജ്മെന്റിനെതിരെ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തന്നെ രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യമുണ്ട്. സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുമോ, വിദ്യാർത്ഥികളുടെ സമരം ഇനി എങ്ങനെ എന്നൊക്കെയുള്ളത് തീർച്ചയായും കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. അപ്പോഴും ഈ പ്രതിപക്ഷ സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ നിരവധിയായി ഈ കോളേജുകളിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. SFI സംസ്ഥാന വ്യാപകമായ പ്രക്ഷോഭം നടത്തുന്നു. KSUവും ഫ്രട്ടേണിറ്റിയും അടക്കം മാർച്ച് നടത്തുന്നു. ഈ കോളേജ് അധികൃതർ നിലപാട് ഈ സംഘടനകളെ അംഗീകരിക്കുന്ന രീതിയിലാണ്, വിദ്യാർത്ഥികളെ അംഗീകരിക്കുന്ന രീതിയിലാണ്. ഇപ്പോഴും ഈ പ്രതിഷേധം അവിടെ പുരോഗമിക്കുകയാണോ? ഈ മരണവുമായി ബന്ധപ്പെട്ട് യാതൊരു ഉത്തരവാദിത്വം തങ്ങൾക്കില്ല എന്ന് പറഞ്ഞു വെക്കുകയാണോ അവർ? തീർച്ചയായും അങ്ങനെയാണ്. അതായത് ഞങ്ങൾക്കറിയില്ല ഇതെന്താണ് കാരണമെന്നുള്ളത്. ജില്ലാ പോലീസ് മേധാവിയോട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് അന്വേഷിച്ച് പുറത്തു വരട്ടെ എന്ന് പറയുന്നു. പക്ഷെ അപ്പോഴാണ് SFI സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ആരോപിക്കുന്നത് പോലീസ് ഈ വിഷയത്തിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന്. ഫലത്തിൽ അങ്ങനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ വിദ്യാർത്ഥികളുടെ മൊഴിയെടുക്കാനോ തുടരന്വേഷണം നടത്താനോ ഒന്നും പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് രാവിലെ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോഴും അറിയാൻ കഴിഞ്ഞത്. സമരങ്ങളാണ്, അതിനുശേഷം മാത്രമേ അന്വേഷണത്തിലേക്ക് പോകൂ എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥി സമരത്തിനൊപ്പം അല്ല, അവർ മാനേജ്മെന്റിനൊപ്പം നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് പോലീസിന്റെ ഇക്കാര്യത്തിലുള്ള അന്വേഷണ നടപടികൾ. അത് SFI തന്നെ ആരോപിക്കുന്നതും അങ്ങനെ തന്നെയാണ്. എന്തായാലും ഇന്ന് പ്രതിഷേധ സമരങ്ങൾ ഉണ്ടായിരുന്നു. KSUവും ABVPയും ഒപ്പം തന്നെ ഫ്രട്ടേണിറ്റിയുടെയും മാർച്ചുകൾ ഉണ്ടായിരുന്നു. നിലവിൽ എന്തായാലും ഇവിടെ അല്പസമയത്തിനുള്ളിൽ ചർച്ച ആരംഭിക്കുമെന്ന പ്രതീക്ഷ മാത്രമാണുള്ളത്. മാധ്യമങ്ങളെ പൂർണ്ണമായും ഈ ഗേറ്റിന് പുറത്ത് നിർത്തിക്കൊണ്ടാണ് ഇന്ന് ചർച്ചയും മറ്റും നടക്കുന്നത്. മാധ്യമങ്ങൾക്കടക്കം ഒരു പ്രവേശനം ഇപ്പോൾ നൽകിയിട്ടുമില്ല. രഞ്ജിത്ത്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. അമൽ ജ്യോതി വിഷയം ഇപ്പോഴും സജീവമായി തന്നെ തുടരുകയാണ്.
മറ്റു ചില വാർത്തകളിലേക്ക് പോയാൽ ഒരു ദിവസം നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ അരിക്കൊമ്പനെ തമിഴ്നാട് വനംവകുപ്പ് സ്വതന്ത്രനാക്കി. ഇന്ന് രാവിലെ അപ്പർ കോതയാർ മുത്തുക്കുള്ളി വനത്തിലാണ് അരിക്കൊമ്പനെ തുറന്നുവിട്ടത്. 24 മണിക്കൂറിലധികം ആനിമൽ ആംബുലൻസിൽ തുടർന്ന അരിക്കൊമ്പൻ അവശനാണ്. ഇന്നലെ പുലർച്ചെ 1 മണിക്ക് കമ്പത്തിന് സമീപം വച്ചാണ് തമിഴ്നാട് വനംവകുപ്പ് അരിക്കൊമ്പനെ മയക്കുപിടി വെച്ച് പിടികൂടിയത്. അരിക്കൊമ്പനെ അനിമൽ ആംബുലൻസിൽ വൈകിട്ടോടെ 300-ലേറെ കിലോമീറ്റർ അകലെയുള്ള തിരുനെൽവേലി അമ്പാസമുദ്രത്തിലെ കളക്കാട് മുണ്ടൻതുറൈ കടുവ സങ്കേതത്തിൽ എത്തിച്ചിരുന്നു. ഇന്നലെ തന്നെ ഇവിടെ തുറന്നുവിടാനായിരുന്നു തീരുമാനമെങ്കിലും ആനയുടെ ആരോഗ്യസ്ഥിതി മോശമായതിനാൽ അനിശ്ചിതത്വം തുടർന്നു. ഒരു ദിവസം മുഴുവൻ അനിമൽ ആംബുലൻസിൽ നിന്ന ആനയെ ഇന്ന് രാവിലെയാണ് ഉൾക്കാട്ടിലേക്ക് തുറന്നുവിട്ടത്. തുമ്പിക്കൈയിലെയും കാലിലെയും മുറിവുകൾക്ക് മതിയായ ചികിത്സ നൽകിയ ശേഷമാണ് ആനയെ തുറന്നുവിട്ടത്. കൊമ്പനെ തുറന്നുവിട്ട മാഞ്ചോലേക്കാട് ഉൾപ്പെടുന്ന കളക്കാട് മുണ്ടൻതുറൈ കടുവ സങ്കേതം തിരുവനന്തപുരത്തിന്റെ വനാതിർത്തിയിലാണ്. ജില്ലയിലെ നെയ്യാർ, പേപ്പാറ വന്യജീവി സങ്കേതങ്ങളുമായും കൊല്ലം ജില്ലയിലെ സെന്തൂരണിക്കാടുമായുമാണ് മുണ്ടൻതുറൈ വനമേഖല അതിർത്തി പങ്കിടുന്നത്. കന്യാകുമാരി, തിരുനെൽവേലി ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന വനമേഖല തമിഴ്നാട്ടിലെ രണ്ടാമത്തെ വലിയ കടുവ സംരക്ഷണ മേഖല കൂടിയാണ്. ന്യൂസ് 18 തിരുനെൽവേലി. അരിക്കൊമ്പനെ കേരളത്തിന് കൈമാറണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്നത് പ്രത്യേക ബെഞ്ചിന് വിട്ടു. മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിന്റേതാണ് നടപടി. വന്യജീവികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക ബെഞ്ച് ഹർജി കേൾക്കും. കേസിന്റെ വിശദമായ റിപ്പോർട്ട് ഈ ബെഞ്ചിന് മുന്നിൽ ഹാജരാക്കാനും ഉത്തരവുണ്ട്. ഹർജി പബ്ലിസിറ്റിക്ക് വേണ്ടിയാണെന്നും ആനയെ എവിടെ കൊണ്ടുപോയി വിടണമെന്ന് കോടതിക്ക് പറയാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. കൊച്ചി സ്വദേശി റബേക്ക ജോസഫാണ് കേരളത്തിലേക്ക് അരിക്കൊമ്പനെ കൈമാറണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകിയത്. അരിക്കൊമ്പനെ തിരികെ എത്തിക്കണമെന്നാവശ്യപ്പെട്ട് ചിന്നക്കനാലിൽ സമരം. ആദിവാസി വിഭാഗമായ മുതുവാൻ സമുദായത്തിലെ 5 കുടികളിലെ ആളുകളാണ് സമരരംഗത്തിറങ്ങിയത്. അരിക്കൊമ്പന്റെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രീതിയിൽ വീണ്ടും നടപടികൾ ഉണ്ടായാൽ സമരം ശക്തമാക്കുമെന്ന് ഇവർ പറയുന്നു. സൂര്യനെല്ലി സിംഗുകണ്ടം പാതയിലാണ് സൂചന സമരവുമായി ആദിവാസികൾ ഒത്തുകൂടിയത്. തുടർച്ചയായ മയക്കുവെടികളും കാടുമാറ്റവും ആനയുടെ ആരോഗ്യസ്ഥിതിയെ കാര്യമായി ബാധിച്ചെന്നാണ് ഇവരുടെ ആരോപണം. തുമ്പിക്കൈയിലെ മുറിവ് അപകടകരമായ രീതിയിലേക്ക് മാറിയതായും ഇവർ പറയുന്നു. ആന ജനിച്ചു വളർന്ന മതികെട്ടാൻ വനമേഖലയ്ക്ക് തിരികെ എത്തിക്കുകയും കൃത്യമായ ചികിത്സ ലഭ്യമാക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ഞങ്ങൾ വേറെ ഒന്നുമില്ല, അവനെ കാണുമ്പോൾ അവന്റെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും കാണുമ്പോൾ ഏതൊരു വ്യക്തിയും നമുക്ക് തന്നെ അറിയാം. നമ്മൾ ഒരു മനുഷ്യൻ തന്നെ ഒരു അറിയാത്ത സ്ഥലങ്ങളിൽ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഒരു വന്യമൃഗത്തിനെ കൊണ്ട് അറിയാത്ത സ്ഥലങ്ങളിൽ അതിന് ബുദ്ധിമുട്ടും കഷ്ടപ്പാടുണ്ട്. അപ്പൊ ആ കഷ്ടപ്പാട് ഇല്ലാതിരിക്കുകയും അവൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് തന്നെ വിടണം എന്നുള്ള അപേക്ഷയാണ് ഞങ്ങൾ ആദിവാസികളെ മുതിർവന്മാര് ബോധിപ്പിക്കുന്നത്. ചിന്നക്കനാലിലെ ആടുവിളന്താൻ, ടാങ്കുമേട്, പച്ചപ്പുൽ, ചെമ്പകത്തോഴു, കോഴിപ്പന എന്നീ കുടിനിവാസികളാണ് ഒത്തുചേർന്നത്. അരിക്കൊമ്പനെ ദ്രോഹിക്കുന്ന നടപടികൾ തുടർന്നാൽ സമരം ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം. ഇതിനെപ്പറ്റി എന്നാ വില കൊടുത്താലും ആനയെ കൊണ്ടുവരണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനു വേണ്ടി എന്ത് വേണേലും ഞങ്ങൾ സമരത്തിന് നേരിടും. അഥവാ പറ്റിയില്ലെങ്കിൽ ഇവിടെ ഒരു ചിന്നക്കനാൽ പഞ്ചായത്തിൽ വോട്ട് ചോദിക്കാനായിട്ട് ഏത് രാഷ്ട്രീയക്കാരനും ഇറങ്ങാൻ പാടില്ല. അത് ഞങ്ങൾ വോട്ട് ചെയ്യില്ല, അത് നിർത്തിവെക്കും. ന്യൂസ് 18 ഇടുക്കി. കോതമംഗലം കോട്ടപ്പടി വടക്കും ഭാഗത്ത് വീടിന് നേരെ കാട്ടാനയുടെ ആക്രമണം. പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. വടക്കും ഭാഗം തൂപ്പനാട്ട് വേലായുധന്റെ വീടിന് നേരെയാണ് കാട്ടാന ആക്രമണം ഉണ്ടായത്. വേലായുധന്റെ ഭാര്യ ഷിജിയും 2 മക്കളും വീടിനുള്ളിലുണ്ടായിരുന്നു. വീടിന്റെ പുറകുവശത്തെത്തിയ ആന വാഴ മറിച്ചിടുന്ന ശബ്ദം കേട്ടാണ് ഇവർ ഉണർന്നത്. ജനാലച്ചില്ലുകൾ തകർത്ത ആന വീടിന്റെ ഭിത്തി കൊമ്പുകൊണ്ട് കുത്തി. മറ്റു ചില വാർത്തകളിലേക്ക് പോയാൽ പുനഃസംഘടനയിലെ പരാതികളിൽ KPCC അധ്യക്ഷൻ പ്രതികരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതിനുശേഷം കൂടുതൽ വിശദീകരണം വേണമെങ്കിൽ പ്രതികരിക്കാം. പാർട്ടിക്കകത്തെ കാര്യങ്ങൾ പാർട്ടിയിൽ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കും. തനിക്കെതിരെ പരാതിയുണ്ടെങ്കിൽ മറുപടി പറയേണ്ടിടത്ത് പറയുമെന്നും സതീശൻ വ്യക്തമാക്കി. പാർട്ടി പുനഃസംഘടന പൂർത്തിയായി. ബ്ലോക്ക് പ്രസിഡന്റുമാരെ കംപ്ലീറ്റ് പ്രഖ്യാപിച്ചു. അത് സംബന്ധിച്ച് ഉയർന്നു വന്ന പരാതികളെക്കുറിച്ച് KPCC പ്രസിഡന്റ് പ്രതികരിക്കും. സംഘടനാപരമായ കാര്യം അദ്ദേഹം പ്രതികരിച്ചതിന് ശേഷം ആ കാര്യത്തിൽ എന്തെങ്കിലും വിശദീകരണം നൽകണമെങ്കിൽ ഞാനപ്പോൾ സംസാരിക്കും. അദ്ദേഹം സംസാരിക്കും. അതപ്പോൾ ഞാൻ പറഞ്ഞോളാം. അദ്ദേഹമാണ് അപ്പോയിന്റിംഗ് അതോറിറ്റി. അദ്ദേഹം പറഞ്ഞതിന് ശേഷം വേറെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ വിശദീകരണം പൊതുവായി നൽകേണ്ട കാര്യമുണ്ടെങ്കിൽ ഞാൻ നൽകാം. ഇത്തരം കാര്യങ്ങൾ പരസ്യമായി പറയാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. രാജസ്ഥാൻ കോൺഗ്രസിലെ പ്രതിസന്ധി മൂർച്ഛിപ്പിച്ച് സച്ചിൻ പൈലറ്റ് വീണ്ടും. പിതാവ് രാജേഷ് പൈലറ്റിന്റെ ചരമവാർഷിക ദിനത്തിൽ
പുതിയ പാർട്ടി പ്രഖ്യാപിക്കാനാണ് നീക്കം. അതേസമയം സച്ചിൻ BJPയുടെ തടവറയിലാണെന്നാണ് രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ പ്രതികരണം. പ്രകൃതിശീൽ കോൺഗ്രസ് എന്നോ പ്രജാതന്ത്ര കോൺഗ്രസ് എന്നോ പേരിട്ട് ഈ മാസം 11-ന് പുതിയ പാർട്ടി പ്രഖ്യാപിക്കാനാണ് സച്ചിന്റെ തീരുമാനം. 2018-ൽ കോൺഗ്രസ് അധികാരത്തിലേറിയ സമയം മുതൽ അശോക് ഗെഹ്ലോട്ടിനോട് കൊമ്പുകോർക്കുന്ന സച്ചിന്റെ പുതിയ നീക്കം കോൺഗ്രസിനെ വൻ പ്രതിസന്ധിയിലെത്തിക്കുന്നതിനൊപ്പം രാജസ്ഥാൻ രാഷ്ട്രീയത്തെ പുതിയ വഴിത്തിരിവിലെത്തിക്കുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ സഹായത്തോടെയാണ് പുതിയ പാർട്ടിയുടെ രൂപീകരണം. ചില കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം ക്ഷേത്ര ദർശനത്തിലാണ് സച്ചിൻ ഇപ്പോൾ. അതേസമയം രാജസ്ഥാനിൽ സമവായത്തിന്റെ വഴികൾ അടഞ്ഞു എന്ന നിലപാടിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. അശോക് ഗെഹ്ലോട്ട് ആകട്ടെ BJPയുടെ തടവറയിലാണ് സച്ചിൻ എന്നും ആരോപിക്കുന്നു. വസുന്ധരായ സിന്ധ്യ ഭരിക്കുന്ന കാലത്തെ BJP സർക്കാരിലെ അഴിമതി അന്വേഷിക്കുന്ന അടക്കം 3 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് സച്ചിൻ ഗെഹ്ലോട്ടിനോട് കൊമ്പുകോർത്തത്. സമവായ ശ്രമങ്ങൾ ഹൈക്കമാൻഡ് പലവട്ടം നടത്തിയെങ്കിലും സച്ചിനുമായി രമ്യതയിലെത്താനോ ആവശ്യങ്ങൾ അംഗീകരിക്കാനോ ഒരു ഘട്ടത്തിലും ഗെഹ്ലോട്ട് തയ്യാറായിരുന്നില്ല. MLA-മാരുടെ പിന്തുണയിലെ കരുത്താണ് ഗെഹ്ലോട്ടിന്റെ ആയുധം. പാർട്ടി പ്രവർത്തകരുടെ പിന്തുണ ചൂണ്ടിക്കാട്ടിയാണ് സച്ചിന്റെ നീക്കം. തൽക്കാലം ഗെഹ്ലോട്ടിനൊപ്പം നിൽക്കുക എന്ന നിലപാടാണ് ഹൈക്കമാൻഡും സ്വീകരിച്ചിരിക്കുന്നത്. BJP ആകട്ടെ കരുതലോടെയാണ് സംഭവങ്ങളെ നിരീക്ഷിക്കുന്നത്. BJP പിന്തുണയുടെ കാര്യത്തിൽ സച്ചിന്റെ നിലപാട് തന്നെയാകും നിർണായകമാവുക. പിതാവ് രാജേഷ് പൈലറ്റിന്റെ ചരമവാർഷിക ദിനമായ ജൂൺ 11-ന് ദൌസയിൽ റാലിയിൽ പങ്കെടുത്ത് സച്ചിൻ സംസാരിക്കുന്നുണ്ട്. പാർട്ടി പ്രഖ്യാപനം അവിടെ ഉണ്ടാകുമെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരായ മൊഴി മാറ്റി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി. പുതിയ മൊഴിയിൽ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ ലൈംഗിക അതിക്രമ ആരോപണമില്ലെന്നാണ് വിവരം. ഇതിനിടെ ബ്രിജ്ഭൂഷന്റെ വസതിയിൽ ഡൽഹി പോലീസ് എത്തി. UP ഗോണ്ടയിലെ വസതിയിലാണ് ഗുസ്തി താരങ്ങളുടെ ലൈംഗിക ആരോപണ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം എത്തിയത്. വീട്ടുജോലിക്കാർ ഉൾപ്പെടെയുള്ള അവരെ ചോദ്യം ചെയ്തു. ബ്രിജ്ഭൂഷണെ ചോദ്യം ചെയ്തേക്കുമെന്നും സൂചനയുണ്ട്. ഏപ്രിൽ 28-നാണ് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം BJP MP കൂടിയായ ബ്രിജ്ഭൂഷണെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. സമരം ചെയ്യുന്ന ഗുസ്തി താരങ്ങൾ വീണ്ടും അമിത്ഷായെ കണ്ടേക്കുമെന്നും സൂചനയുണ്ട്. ഇതിനിടെ സമരം ചെയ്യുന്ന താരങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കർഷക സംഘടനാ നേതാക്കൾ ജന്തർ മന്ദറിലേക്ക് നടത്താനിരുന്ന മാർച്ച് മാറ്റിവെച്ചു. ഈ മാസം 9-നാണ് പ്രതിഷേധം നടത്താനിരുന്നത്. ഡൽഹിയിൽ സമരം ചെയ്യുന്ന ഗുസ്തി താരങ്ങൾക്ക് പിന്തുണയുമായി കൂടുതൽ കായിക താരങ്ങൾ. ഗുസ്തി താരങ്ങൾക്കെതിരെയുള്ള കേന്ദ്ര സർക്കാർ നിലപാടിനോട് യോജിക്കാൻ കഴിയില്ലെന്ന് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം CK വിനീത് പറഞ്ഞു. വരും തലമുറയ്ക്ക് മോശം സന്ദേശമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നതെന്നും CK വിനീത് ന്യൂസ് 18-നോട് പറഞ്ഞു. രാജ്യതലസ്ഥാനത്ത് സമരം ചെയ്യുന്ന ഗുസ്തി താരങ്ങൾക്കായി ഇപ്പോൾ കൂടുതൽ പേർ ഐക്യദാർഢ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. DYFI പോലുള്ള യുവജന സംഘടനകളും ഇപ്പോൾ റെസ്ലിംഗ് താരങ്ങൾക്ക് ഐക്യദാർഢ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം CK വിനീതാണ്. നമസ്കാരം. ഈ ഒരു വിഷയം നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ട്വിറ്ററിലടക്കം CK വിനീത് പ്രതികരിച്ചതുമാണ്. ഇപ്പോഴും സമരം തുടരുകയാണ് അവർ. എന്താണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത? നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് എന്ത് മോശമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനാർഹമായ നേട്ടങ്ങൾ കൈവരിച്ച ആൾക്കാരാണ് റോഡിലുള്ളത്. അതും എന്താണ്, ഒരു ക്രിമിനലിന്റെ എന്താ പറയുക, അവരെ മോശമായി ട്രീറ്റ് ചെയ്തു, അതിനെതിരെ ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവർ ഗവൺമെന്റിന് മുമ്പിൽ നിൽക്കുന്നത്. ഗവൺമെന്റ് അതിനുപോലും റെഡിയാവുന്നില്ല എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. മോശമായിട്ടില്ലെന്ന് മാത്രമല്ല, ഒരു വരും തലമുറയ്ക്ക് ഗവൺമെന്റ് എന്താണ് ഒരു സന്ദേശം കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണെങ്കിൽ നാളെ കായിക ലോകത്തേക്ക് വരുന്ന കൊച്ചുകുട്ടികൾ എങ്ങനെയാണ് ഈ കായിക രംഗത്തേക്ക് വരിക? എന്ത് ധൈര്യത്തിലാണ് അവർ വരിക? അവരാരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ പോലും ഒരാൾ പോലും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ളതല്ലേ പറയുന്നത്. ഗവൺമെന്റിന്റെ നടപടി ഭയങ്കര മോശമാണ്. എത്രയും പെട്ടെന്ന്, എനിക്ക് തോന്നുന്നു 46ഓളം ദിവസമായി ഒരു സമരം നടത്തുന്നത്. എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കണം. എന്താണ് അവർക്ക് വേണ്ട ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എത്രയും പെട്ടെന്ന്. അതാണ് ഗവൺമെന്റ് ഇപ്പം നിലവിൽ ചെയ്യേണ്ടത്. ആരും അതിന് റെഡിയാവുന്നില്ല എന്നുള്ളത് നമുക്ക് നാണക്കേടാണ്. ആക്ച്വലി ഈ കേസ് കോടതിയിൽ നിൽക്കുകയാണ്. പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി എടുക്കാത്തതെന്നും കോടതി വിധി പറയട്ടെ, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ആ നിലപാടിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ല, ഒരു കാരണവശാലും. കേസ് നടന്നോട്ടെ, കേസ് നടക്കുന്ന നിലപാട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ആ കേസ് വരുന്നത് എനിക്കെതിരെയോ നിങ്ങൾക്കെതിരെയോ ആയിരുന്നുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിച്ചോക്കെ. ഞാനോ നിങ്ങളോ ഇപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കുമോ? ഇല്ലല്ലോ. നമ്മളിപ്പോൾ ജയിലിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ അറസ്റ്റ് ആയിട്ടുണ്ടാവില്ലേ? ഇതൊരു എന്താ പറയുക, MP ആണ്, BJP MP ആണ്, മാത്രമല്ല ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള MP ആണ്. ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം പുറത്തേക്കുന്നത്. നോർമലായിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ അറസ്റ്റും പോസ്കോ കേസാണ് നിൽക്കുന്നത്. അറസ്റ്റ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? ഒരു ബലവാനായ ഒരാളായതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം നിൽക്കുന്നത്. ഗവൺമെന്റ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്. കാരണം അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് UP ഇലക്ഷൻസിലും കാര്യങ്ങളിലും ഒക്കെ കാണിക്കും. അപ്പോൾ രാഷ്ട്രീയത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ഗവൺമെന്റ് തീരുമാനം എടുക്കാൻ മടിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന കേസോ കാര്യങ്ങളോ നടക്കുന്നത് കൊണ്ടല്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടുതൽ കായിക താരങ്ങൾ ഇപ്പോൾ ഐക്യദാർഢ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഫുട്ബോൾ താരങ്ങളാവട്ടെ, ക്രിക്കറ്റ് താരങ്ങളാവട്ടെ. അപ്പോൾ ഇത് കൂടുതൽ ഊർജ്ജം പകരുമെന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായും. അതാണല്ലോ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് കൂടുതൽ ആൾക്കാർ, കാരണം ഒരാൾക്കൊന്നും, 1-2 ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കൂടുതൽ നിൽക്കുന്നതിനെയാണ് കരുത്താവുന്നത്.
എത്ര ആൾക്കാർ കൂടുതൽ നിൽക്കുന്നു അത്രയും കരുത്ത. ഇപ്പം ആദ്യത്തെ മാസങ്ങളിലൊന്നും ഇതാരും ചർച്ച ചെയ്തിട്ടില്ല. പിന്നെ കൂടുതൽ ആൾക്കാർ ഇവർക്കിത് രാഷ്ട്രീയമായിട്ട് ചെയ്യണമെന്നും ആഗ്രഹമുണ്ടായിരുന്നില്ല. ഇപ്പം ഒരു ആക്ഷനും വരാത്തപ്പോഴാണ് അവർ രാഷ്ട്രീയ പാർട്ടികളെയും ബാക്കി സംഘടനകളൊക്കെ സഹായവും തേടുന്നത്. അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ആക്കാൻ പറ്റൂ. അത് ഈ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും. തീർച്ചയായും ഒരുപാട് നന്ദി CK വിനോദ്. എന്തായാലും രാജ്യ തലസ്ഥാനത്ത് സമരം ചെയ്യുന്ന ആ ഗുസ്തി താരങ്ങൾക്ക് ഐക്യദാർഢ്യവുമായി കൂടുതൽ കായിക താരങ്ങൾ ഇപ്പോൾ രംഗത്ത് വരികയാണ്. തിരുവനന്തപുരത്ത് നിന്നും നന്ദകുമാർ, ന്യൂസ് 8. മണിപ്പൂരിൽ സംഘർഷം തുടരുന്നു. സറൌവിൽ സുരക്ഷാ സേനകളും കലാപകാരികളും തമ്മിൽ ഏറ്റുമുട്ടി. വെടിവെപ്പിൽ ഒരു BSF ജവാൻ കൊല്ലപ്പെട്ടു. 2 അസം റൈഫിൾസ് ജവാന്മാർക്ക് പരിക്കേറ്റു. ഡറൌവിലും സുഗുണുവിലും ദിവസങ്ങളായി ഏറ്റുമുട്ടൽ തുടരുകയാണ്. കലാപകാരികൾക്കായി സുരക്ഷാ സേനകൾ തെരച്ചിൽ ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസം ഏറ്റുമുട്ടലിൽ 3 ജവാന്മാർ കൊല്ലപ്പെട്ടിരുന്നു. MLAയുടെ വീട് ഉൾപ്പെടെ അഗ്നിക്കിരയാക്കുകയും ചെയ്തിരുന്നു. അമിത്ഷായുടെ സന്ദർശനത്തിന് പിന്നാലെ മണിപ്പൂരിൽ അക്രമം വീണ്ടും ശക്തമാവുകയാണ്. ഒഡീഷ ട്രെയിൻ ദുരന്തത്തിൽ അന്വേഷണം ആരംഭിച്ച CBIയുടെ 10-അംഗ സംഘം ദുരന്തമുണ്ടായ ബഹാനഗ റെയിൽവേ സ്റ്റേഷനിൽ സന്ദർശനം നടത്തി. റെയിൽവേ ഉദ്യോഗസ്ഥരിൽ നിന്ന് അന്വേഷണ സംഘം വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. അട്ടിമറി സാധ്യത ഉൾപ്പെടെ CBIയുടെ അന്വേഷണത്തിൽപ്പെടും. ഇന്നലെ റെയിൽവേ സേഫ്റ്റി കമ്മീഷണർ ശൈലേഷ് കുമാർ പഥക് അപകടസ്ഥലത്ത് എത്തിയിരുന്നു. ദുരന്തത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ള 3 പേർ കൂടി മരിച്ചു. ഇതോടെ മരണസംഖ്യ 278 മരിച്ചവരിൽ 101 പേരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല. ഇന്നലെ 2 പ്രധാന ട്രാക്കുകളും പൂർവ്വസ്ഥിതിയിലാക്കിയിരുന്നു. ഇതിലൂടെ ട്രെയിനുകൾ ഓടിത്തുടങ്ങി. ബീഹാറിൽ പാലം തകർന്നതിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് പട്ന ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി. പാലം തകർന്നതിന് പിന്നാലെ ഒരു എഞ്ചിനീയറെ ബീഹാർ സർക്കാർ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. പാലം നിർമ്മിക്കാൻ കരാർ നൽകിയ ഹരിയാനയിലെ SP സിംഗ്ല കമ്പനിയുടെ MDക്ക് നോട്ടീസ് അയച്ചു. നോട്ടീസിന് മറുപടി നൽകിയില്ലെങ്കിൽ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നിതീഷ് കുമാർ അറിയിച്ചു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഹെവി വെയ്റ്റ് ടോർപിഡോയുടെ പരീക്ഷണം വിജയകരം. ജലന്ധർ ഭാഗത്തെ ലക്ഷ്യത്തിലേക്ക് ടോർപിഡോ കൃത്യമായി പതിച്ചെന്ന് ഇന്ത്യൻ നേവി വെളിപ്പെടുത്തി. DRDO ആണ് പുതിയ ടോർപിഡോ വികസിപ്പിച്ചത്. യുക്രൈനിലെ ഏറ്റവും വലിയ ഡാമുകളിലൊന്നായ കാക്കൌക്ക ഡാം തകർത്ത് റഷ്യൻ സേന. ഖേർസണിൽ ഡിനിപ്പർ നദിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാം തകർന്ന് വെള്ളം വലിയ രീതിയിൽ ഒഴുകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. അപകടകരമായ രീതിയിൽ നദിയിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. നദീതീരത്ത് താമസിക്കുന്നവരെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പ്രാദേശിക ഭരണാധികാരികൾ അറിയിച്ചത്. 30 മീറ്റർ ഉയരവും 3.5 കിലോമീറ്റർ വീതിയുമുള്ള ഡാം 1956 നിർമ്മാണം പൂർത്തിയാക്കിയത്. യുക്രൈനിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കൂടിയാണ് കാക്കോവ ഡാം. ക്രൈമിയയിലേക്കും സപ്പോരീസ്യ ആണവ നിലയത്തിലേക്കും വെള്ളം എത്തിച്ചിരുന്നത് ഈ ഡാമിൽ നിന്നാണ്. അധിനിവേശത്തിന്റെ ആദ്യ നാളുകളിൽ റഷ്യ കീഴടക്കിയ ഖേൾസൺ പിന്നീട് യുക്രൈൻ സേന തിരിച്ചുപിടിച്ചിരുന്നു. 4 വർഷ ബിരുദ കോഴ്സുകൾ ഈ അക്കാദമിക് വർഷം തന്നെ ആരംഭിക്കാൻ കേരള സർവകലാശാല തീരുമാനം. ബിരുദ കോഴ്സുകളുടെ ഘടനാമാറ്റം വൈകിപ്പിക്കരുതെന്ന മുഖ്യമന്ത്രിയുടെ അഭിപ്രായം പരിഗണിച്ചാണ് തീരുമാനം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിലാണ് വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ സന്നദ്ധത അറിയിച്ചത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. 4 വർഷ ബിരുദ കോഴ്സുകളെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. ഈ വർഷമല്ലെങ്കിൽ അടുത്ത വർഷം തന്നെ ബിരുദ കോഴ്സുകൾ 4 വർഷമാക്കണമെന്ന് മുഖ്യമന്ത്രി VC-മാരുടെ യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഭൂരിഭാഗം സർവകലാശാലകളും പ്രായോഗിക ബുദ്ധിമുട്ട് മുഖ്യമന്ത്രിയെ അറിയിച്ചു. എന്നാൽ ഈ അധ്യയന വർഷം തന്നെ ബിരുദ കോഴ്സുകളിൽ ചിലതെങ്കിലും 4 വർഷമാക്കാനുള്ള സന്നദ്ധത കേരള സർവകലാശാല VC മുഖ്യമന്ത്രിയെ അറിയിച്ചു. ജൂൺ 9 ചേരുന്ന കേരള സർവകലാശാല സിൻഡിക്കേറ്റ് 4 വർഷ ബിരുദ കോഴ്സുകൾ ഏതൊക്കെയെന്നത് തീരുമാനിക്കും. അതേസമയം വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഉന്നത വിദ്യാഭ്യാസ കൌൺസിലും തമ്മിലുള്ള ഭിന്നത തുടരുകയാണ്. 4 വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിക്കാൻ കൂടുതൽ സമയം ആവശ്യമില്ല എന്നാണ് ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെ നിലപാട്. ഉടൻ 4 വർഷ ബിരുദ കോഴ്സുകൾ ആരംഭിക്കുന്നത് അപ്രായോഗികമെന്ന നിലപാടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്. കൂടിയാലോചനകളില്ലാതെ 4 വർഷ ബിരുദ കോഴ്സുകൾ അടിച്ചേൽപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് പ്രതിപക്ഷവും ആവശ്യപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടതോടെ ഈ വർഷം തന്നെ 4 വർഷ ബിരുദ കോഴ്സ് കേരള സർവകലാശാലയിലെങ്കിലും തുടങ്ങും. ഐശ്വര്യാനിൽ, ന്യൂസ് 18 തിരുവനന്തപുരം. സർവകലാശാലകളുടെ താൽപര്യമനുസരിച്ച് 4 വർഷ ഡിഗ്രി കോഴ്സ് നടപ്പാക്കാമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കി സർവകലാശാലകൾക്ക് നൽകി. അടുത്ത വർഷം മുതൽ 4 വർഷ ഡിഗ്രി കോഴ്സ് ആരംഭിക്കും. 4ാം വർഷം ഓണററി ബിരുദമെന്ന രീതിയിൽ ആകും നടപ്പിലാക്കുക. 3ാം വർഷം എക്സിറ്റ് സംവിധാനം ഒരുക്കും. 4ാം വർഷം കുട്ടികൾക്ക് താൽപര്യമില്ല എങ്കിൽ എക്സിറ്റ് നൽകുമെന്നും മന്ത്രി അറിയിച്ചു. പല
യൂണിവേഴ്സിറ്റികൾക്കും ക്യാമ്പസിൽ നടത്തുന്ന പ്രോഗ്രാമുകളിൽ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സും കൂടി നടത്തുന്ന സർവകലാശാലകൾക്ക് ക്യാമ്പസിലെ പ്രോഗ്രാമുകൾക്ക് അങ്ങനെ 4-ാം വർഷത്തേക്ക് പോകാനുള്ള നടപടി പെട്ടെന്ന് സ്വീകരിക്കാൻ കഴിയുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ സർവകലാശാലകളുടെ ഓട്ടോണമിയെ അഫക്റ്റ് ചെയ്യാത്ത വിധത്തിൽ അവർക്ക് സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് അവർക്ക് ആത്മവിശ്വാസമുള്ള ഇടങ്ങളിൽ ഈ വർഷം തുടങ്ങാനും അടുത്ത വർഷം 24 ആകുമ്പോഴേക്ക് എല്ലാ ക്യാമ്പസുകളിലും ആരംഭിക്കാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. 3-ാം വർഷം കഴിയുമ്പോൾ എക്സിറ്റ് കൊടുത്തുകൊണ്ടാണ് 4 വർഷ ബിരുദ കോഴ്സുകൾ നടപ്പാക്കുന്നത്. ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ അമേരിക്കയിലേക്ക്. അമേരിക്കയിൽ നിന്ന് മുഖ്യമന്ത്രി ക്യൂബയിലേക്കും പോകും. 8 മുതൽ 18 വരെയാണ് മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ ക്യൂബൻ സന്ദർശനം. മുൻപത്തെ പോലെ ഇത്തവണയും മുഖ്യമന്ത്രിയുടെ ചുമതല ആർക്കും കൈമാറാതെയാണ് പിണറായി വിജയന്റെ യാത്ര. അമേരിക്കയിൽ മുഖ്യമന്ത്രിക്കൊപ്പം സ്പീക്കർ AN ഷംസീറും ധനമന്ത്രി KN ബാലഗോപാലും ഉണ്ടാകും. ക്യൂബ സന്ദർശനത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് മുഖ്യമന്ത്രിയെ അനുഗമിക്കും. അഴിമതി ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഒരു മന്ത്രിയും തയ്യാറായിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മന്ത്രിമാരെ പൊതുമരാമത്ത് മന്ത്രി ഭീഷണിപ്പെടുത്തുന്നു. മന്ത്രിമാർ പ്രതിച്ഛായയുടെ തടവിലാണെന്ന് മറ്റു മന്ത്രിമാരെക്കുറിച്ച് ഒരു മന്ത്രി ഏതെങ്കിലും ഒരു കാലത്ത് പറഞ്ഞിട്ടുണ്ടോ എന്നും സതീശൻ ചോദിച്ചു. ഫോണിൽ SRITക്ക് തന്നെ ടെൻഡർ ലഭിക്കാൻ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തിയെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഇവർ ഇതുവരെ ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഒരു മന്ത്രിമാർ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഈ അഴിമതി. ഒരു മന്ത്രിമാർ ഇപ്പം മന്ത്രിമാരെ ഭീഷണിപ്പെടുത്തുകയല്ലേ. പൊതുമരാമത്ത് മന്ത്രിമാരെ ഭീഷണിപ്പെടുത്തുക. അതായത് നിങ്ങളെല്ലാം പ്രതിച്ഛായയുടെ തടവറകളിലാണ്. മുഖ്യമന്ത്രിയെ വന്ന് പ്രതിരോധിച്ചാൽ നിങ്ങളുടെ പ്രതിച്ഛായ തകരും എന്നാണ് നിങ്ങൾ ഭയപ്പെടുന്നത്. അത് സത്യമല്ലേ? ആരെങ്കിലും ഈ അഴിമതി വഴിയെ കൂടി പോകുന്ന വേലിമേരിക്കടെ ഈ അഴിമതി എടുത്ത് തുളത്ത് വയ്ക്കുക. SRITയുടെ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചർ വെച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ SRITക്ക് തന്നെ അല്ലെങ്കിൽ SRITയുമായി ബന്ധപ്പെട്ട കമ്പനികൾക്ക് ഈ ടെൻഡർ കിട്ടുന്നതിന് വേണ്ടി ടെൻഡർ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തിയിരിക്കുക. ആദ്യം ടെൻഡർ വിളിച്ച് കിട്ടിയ L1 കിട്ടിയ കമ്പനിയെ റദ്ദാക്കി, ഒരു കാരണവും കൂടാതെ റദ്ദാക്കി. എന്നിട്ട് വീണ്ടും ഈ കറക്ക് കമ്പനികൾക്ക് ഈ ISP ഇത് കരാർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എഴുതി വച്ചിരിക്കുകയാണ് OEM SRIT എന്ന്. അതായത് SRITയുടെ ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ. എന്തൊരു തട്ടിപ്പാണിത്! പരസ്യമായിട്ടാണ് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പടന്നത്. അവർക്ക് ആവശ്യമായ കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടി ടെൻഡർ വ്യവസ്ഥകളിൽ അവർ മാറ്റം വരുത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻമന്ത്രി VS ശിവകുമാറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നു. കൊച്ചിയിലെ ED ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് ആരോഗ്യമന്ത്രിയായിരുന്നു ശിവകുമാർ. ഇക്കാലയളവിൽ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ടോ എന്നാണ് ED പരിശോധിക്കുന്നത്. ഇത് സംബന്ധിച്ച പരാതികളിൽ വിജിലൻസ് അന്വേഷണം നടത്തിയിരുന്നു. വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് EDയുടെ അന്വേഷണം. വാഹനാപകടത്തിൽ മരിച്ച ഹാസ്യതാരം കൊല്ലം സുധിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. കോട്ടയം തോട്ടക്കാട് ആംഗ്ലിക്കൻ ചർച്ചിൽ 2 മണിയോടെയാണ് സംസ്കാരം. വാകത്താനം പോങ്കത്താനത്തെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. G. ശ്രീജിത്തിന്റെ റിപ്പോർട്ട്. കൊല്ലം സുധിയുടെ പൊതുദർശന ചടങ്ങുകൾ തുടരുകയാണ്. ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുക. തോട്ടയ്ക്കാട് ആംഗ്ലിക്കൻ ചർച്ചിലാണ് സംസ്കാര ചടങ്ങുകൾ. രാവിലെ ഏതാണ്ട് 8 മണിയോടുകൂടിയാണ് ചങ്ങനാശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. പൊങ്ങന്താനത്തിന് സമീപമുള്ള വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അവിടെയായിരുന്നു ആദ്യം പൊതുദർശന ചടങ്ങുകളുള്ളത്. 100 കണക്കിന് ആളുകളാണ് ഇവിടേക്ക് എത്തി കൊല്ലം സുധിക്ക് അന്തിമോപചാരം അർപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത്. വലിയ തിരക്ക് തന്നെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ, പ്രത്യേകിച്ച് ഈ ഒരു ടെലിവിഷൻ ഷോകളിലൂടെയൊക്കെ വലിയ താരമായ ഒരുപാട് ആരാധകരുള്ള ആളുകൂടിയാണ് കൊല്ലം സുധി. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങളുടെ വലിയൊരു തിരക്ക് തന്നെ നമുക്ക് ഇവിടെ മുഴുവൻ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. എന്തായാലും പൊതുദർശനം തുടരുകയാണ്. പൊതുദർശനം നടക്കുന്ന എല്ലാ സ്ഥലത്തും സമാനമായ സ്ഥിതി തന്നെ ആണ് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്
ഇന്നലെയും ഒക്കെ അതേ കാഴ്ച തന്നെയായിരുന്നു കാണാൻ കഴിഞ്ഞത്. എന്തായാലും സുധിയോടൊപ്പം ജോലി ചെയ്ത, അതായത് ഈ താര ഷോകളിലൊക്കെ പങ്കെടുത്ത താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ, തങ്കച്ചനെ പോലുള്ളവർ, ഐശ്വര്യ, അങ്ങനെ പലരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. സംസ്കാര ചടങ്ങുകളിലടക്കം ഇവരുടെ ഒരു സാന്നിധ്യം പലരുടെയും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സിനിമാ ലോകത്ത് നിന്നടക്കം നിരവധി പ്രമുഖർ ഇന്നലെ തന്നെ അന്തിമോപചാരം, സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഇന്നും അത് തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി. ഇടുക്കിയിലെ വിദൂര ആദിവാസി ഗ്രാമമായ കുറത്തിക്കുടിയിൽ ആരോഗ്യകേന്ദ്രങ്ങളില്ലാത്തത് ജനങ്ങൾക്ക് വലിയ ദുരിതമാണ്. 400ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടെ ആശുപത്രി ആവശ്യങ്ങൾക്കായി പോകേണ്ടത് 35 കിലോമീറ്റർ അകലെയുള്ള അടിമാലി താലൂക്ക് ആശുപത്രിയിലാണ്. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡാണ് കുറത്തിക്കുടി. ഇവിടുത്തെ ആദിവാസി സെറ്റിൽമെന്റിൽ ആർക്കെങ്കിലും രോഗം വന്നാൽ ചികിത്സ ലഭിക്കണമെങ്കിൽ 35 കിലോമീറ്റർ സഞ്ചരിച്ച് അടിമാലി താലൂക്ക് ആശുപത്രിയിലെത്തണം. വഴിയും വാഹന സൗകര്യവുമില്ലാത്ത കുറത്തിക്കുടിയിൽ നിന്ന് സമയത്ത് ആശുപത്രിയിലെത്തിക്കാൻ കഴിയാത്തതുമൂലം 4 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് പോകും വഴി പ്രസവിച്ച 5 സ്ത്രീകളുമുണ്ട്. എന്നാൽ കുടിനിവാസികളുടെ സ്ഥിതി ഇത്ര ദുരിതമായിട്ടും പട്ടികവർഗ വികസന വകുപ്പ് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഒരു പ്രസവ കേസാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ ആകെ അവസ്ഥയാകുന്നുണ്ട്. എല്ലാവരും വഴി വെച്ച് പ്രസവമൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വണ്ടി സൗകര്യമില്ല. ഞങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ കൊച്ചിനെയൊക്കെ ആണെങ്കിൽ ഭയങ്കര വിഷയമാണ്. ഹാർട്ടിന് പ്രശ്നമുള്ളതാണ്. അന്നേരം ഞങ്ങൾ ഇടയ്ക്കിടെ തളർച്ചയും ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട്. അന്നേരം ഞങ്ങൾക്ക് ആശുപത്രിയിൽ എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെയാണ്. കുട്ടികളടക്കം 2000-ഓളം പേർ താമസിക്കുന്ന വനാതിർത്തി ഗ്രാമത്തിൽ ഒരു സബ് സെന്റർ പോലും സ്ഥാപിക്കാൻ ആരോഗ്യവകുപ്പും തയ്യാറായിട്ടില്ല. മഴക്കാലമാകുന്നതോടെ ആദിവാസി മേഖലകളിൽ പകർച്ചവ്യാധി സാധ്യത ഏറെയാണ്. അങ്കണവാടികൾ കേന്ദ്രീകരിച്ച് വല്ലപ്പോഴും നടത്തുന്ന പ്രതിരോധ മരുന്ന് വിതരണം മാത്രമാണ് ആരോഗ്യവകുപ്പ് ആകെ ചെയ്യുന്നത്. ആദിവാസി കുടുംബങ്ങളുടെ ദുരിത ജീവിതം കണക്കിലെടുത്ത് കുറത്തിക്കുടിയിൽ സർക്കാർ ആശുപത്രി സ്ഥാപിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. സംസ്ഥാനത്തെ സ്വകാര്യ കോൺട്രാക്ട് കാരേജുകളുടെ സ്വകാര്യ സർവീസിനെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശം. ഗതാഗത സെക്രട്ടറി ഇറക്കിയ സർക്കുലറിലാണ് നടപടി കർശനമാക്കാൻ നിർദ്ദേശമുള്ളത്. നിർദ്ദേശം നടപ്പിലാക്കാൻ RTOമാർ വിസമ്മതിച്ചാൽ അവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും സർക്കുലർ വ്യക്തമാക്കുന്നു. 1 മാസത്തിന് ശേഷം ഗതാഗത കമ്മീഷണർക്ക് റിവ്യൂ റിപ്പോർട്ട് കൈമാറാനും നിർദ്ദേശമുണ്ട്. പെർമിറ്റ് ലംഘിച്ച് സർവീസ് നടത്തുന്ന വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അത് നടപ്പിലായിരുന്നില്ല. തുടർന്നാണ് ഗതാഗത സെക്രട്ടറി സർക്കുലർ ഇറക്കിയത്. കോഴിക്കോട് പുതുപ്പാടിയിൽ കോളേജ് വിദ്യാർത്ഥിനിയെ ലഹരി നൽകി പീഡിപ്പിച്ച് ചുരത്തിൽ ഉപേക്ഷിച്ച സംഭവത്തിലെ പ്രതി പിടിയിൽ. പിടികിട്ടാപ്പുള്ളിയായ വയനാട് കൽപ്പറ്റ സ്വദേശി ജിനാഫിനെയാണ് പിടികൂടിയത്. റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ പ്രത്യേക സ്ക്വാഡാണ് ഇയാളെ പിടികൂടിയത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ വെച്ചാണ് പ്രതി പിടിയിലായത്. ജൂൺ 1 രാത്രിയാണ് 18കാരിയായ വിദ്യാർത്ഥിനിയെ താമരശ്ശേരി ചുരത്തിൽ ഇറക്കിവിട്ടത്. പെരുവണ്ണാമൂഴി ഇർഷാദ് വധക്കേസിലെ പിടികിട്ടാപ്പുള്ളിയാണ് പ്രതി. ജിനാഫ് ഉൾപ്പെടെയുള്ള സംഘമാണ് ഇർഷാദിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പ്രതിയെ താമരശ്ശേരി ഡിവൈഎസ്പി ഓഫീസിലെത്തിച്ച് ചോദ്യം ചെയ്തു. മലപ്പുറത്ത് മന്ത്രവാദത്തിന്റെ മറവിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. എടവണ്ണ സ്വദേശി ഷിജുവാണ് അറസ്റ്റിലായത്. മെയ് 29-നാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത്. പെൺകുട്ടിയുടെ വീട്ടിൽ ദുർമരണം സംഭവിച്ചുവെന്നും ഇനിയൊരു മരണം കൂടി നടക്കുമെന്നും വിശ്വസിപ്പിച്ചാണ് പീഡിപ്പിച്ചത്. പീഡനവിവരം പെൺകുട്ടി സുഹൃത്തിനോട് പറയുകയും സുഹൃത്ത് ചൈൽഡ് ലൈനിനെ അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് ചൈൽഡ് ലൈൻ നൽകിയ പരാതിയിലാണ് ഷിജുവിനെതിരെ പോക്സോ കേസ് ചുമത്തി അറസ്റ്റ് ചെയ്തത്. കാസർഗോഡ് കാഞ്ഞങ്ങാട്ട് 850 ഗ്രാം കള്ളക്കടത്ത് സ്വർണവുമായി ഒരാൾ പിടിയിൽ. ചിത്താരി സ്വദേശി നിസാറാണ് പിടിയിലായത്. എമർജൻസി ലൈറ്റിനകത്ത് ഒളിപ്പിച്ചു കടത്തുകയായിരുന്ന സ്വർണമാണ് ഹൗസ് ദുർഗ് പോലീസ് പിടികൂടിയത്. കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങി ചിത്താരിയിലേക്ക് കാറിൽ വരികയായിരുന്നു ഇയാൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലഹരി വിൽപ്പന ശൃംഖല തകർത്തെന്ന് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. ഡാർക്ക് നൈറ്റ് ഉപയോഗിച്ച് ലഹരി വിൽപ്പന നടത്തിയ ശൃംഖലയിലെ 6 പേരെ അറസ്റ്റ് ചെയ്തു. 5 കോടിയിലേറെ വില വരുന്ന LSD എന്ന സിന്തറ്റിക് ലഹരിയുടെ ശേഖരവും പിടിച്ചെടുത്തു. 15,000 ബ്ലോട്ട് അഥവാ ആംപ്യൂളുകളാണ് പിടിച്ചെടുത്തത്. ഇവയ്ക്ക് ഓരോന്നിനും 3,000 മുതൽ 5,000 രൂപ വരെ വില വരും. പിടിയിലായവരിൽ ഒരു മലയാളിയും ഉൾപ്പെടുന്നു. പോളണ്ടിൽ നിർമ്മിച്ച ലഹരി വസ്തുവാണ് പിടികൂടിയത്. ഒഡീഷയിലെ ബലേശ്വറിൽ ദുരിതബാധിതർക്ക് സഹായഹസ്തവുമായി റിലയൻസ് ഫൗണ്ടേഷൻ. രക്ഷാപ്രവർത്തകരെ സഹായിക്കാൻ റിലയൻസ് ഫൗണ്ടേഷൻ മുന്നിലുണ്ട്. ഫൗണ്ടേഷന്റെ ഓൺസൈറ്റ് ടീമുകൾ രക്ഷാപ്രവർത്തനത്തിലും ദുരിതാശ്വാസത്തിലും സഹായിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കായി കമ്മ്യൂണിറ്റി കിച്ചൺ പ്രദേശത്ത് സ്ഥാപിച്ചു. ബലേശ്വറിലെ ബഹനാഗ ഗ്രാമത്തിലെ അപകട സ്ഥലത്ത് കുപ്പിവെള്ളം, അടിയന്തര മരുന്നുകൾ എന്നിവയും റിലയൻസ് ഫൗണ്ടേഷൻ എത്തിച്ചു നൽകുന്നുണ്ട്.
കുട്ടനാടിന് അന്താരാഷ്ട്ര നിലവാരമുള്ള കുടിവെള്ള പ്ലാന്റ് സമ്മാനിച്ച് മോഹൻലാലിന്റെ വിശ്വശാന്തി ഫൗണ്ടേഷൻ. എടത്തുവയിലെ 300ഓളം കുടുംബങ്ങൾക്കും സ്കൂളുകൾക്കും ആരാധനാലയങ്ങൾക്കും കുടിവെള്ളം നൽകാൻ സൗരോർജ്ജ ഗ്രിഡിൽ പ്രവർത്തിക്കുന്ന പ്ലാന്റിന് സാധിക്കും. EYGDSുമായി ചേർന്ന് വിശ്വശാന്തി ഫൗണ്ടേഷൻ സ്ഥാപിച്ച പ്ലാന്റിൽ പ്രതിമാസം 9 ലക്ഷം ലിറ്റർ കുടിവെള്ളം നൽകാൻ കഴിയും. ഗുണഭോക്താക്കൾക്ക് നൽകിയ ഇലക്ട്രിക് കാർഡ് ഉപയോഗിച്ച് ഓരോരുത്തർക്കും ആവശ്യമുള്ള കുടിവെള്ളം പ്ലാന്റിൽ നിന്ന് സൗജന്യമായി എടുക്കാം. ബാറ്ററികൾ ഉപയോഗിക്കാതെ ഗ്രിഡിലേക്ക് നേരിട്ട് വൈദ്യുതി നൽകുന്ന സാങ്കേതിക വിദ്യയിലാണ് പ്ലാന്റിന്റെ പ്രവർത്തനം. കാർബൺ രഹിത പ്രകൃതി സൗഹൃദമായാണ് പ്ലാന്റ് പ്രവർത്തിക്കുന്നത്. വെള്ളത്തിലെ ഇരുമ്പ്, കാൽസ്യം ക്ലോറൈഡ്, ഹെവി മെറ്റൽസ് തുടങ്ങിയവ നീക്കം ചെയ്യുന്നതിനൊപ്പം കോളിഫോം, കോളി ബാക്ടീരിയകളെ ഇല്ലാതാക്കാൻ പ്ലാന്റിന് സാധിക്കും. വിശ്വശാന്തി ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ മേജർ രവി പ്ലാന്റ് നാടിന് സമർപ്പിച്ചു. വിശ്വശാന്തിക്ക് ഇതുപോലെ ഒരു സംരംഭം ഇവിടെ തുടങ്ങാൻ സാധിച്ചു. ഇതുപോലെ ഞങ്ങൾ ഈ പ്രദേശങ്ങളിൽ ഇനി പലയിടത്തും ഇത് തുടങ്ങും. കാരണം ഇതിന്റെ വാല്യൂ പിന്നെ എനിക്ക് മനസ്സിലാവും. നിങ്ങളുടെ കണ്ണുകളിൽ കാണുന്ന ആ സ്പാർക്ക്, ഇത് സർവേശ്വരനെ അനുഗ്രഹിച്ചിട്ട് ഈ പ്ലാന്റ് നിങ്ങൾക്ക് ഏറ്റവും അധികം ഉപകരിക്കുന്ന കുട്ടികളോട് പറഞ്ഞു മനസ്സിലാക്കുക. ഒരു തുള്ളി വെള്ളം പോലും വേസ്റ്റ് ചെയ്യരുത്. കുടിവെള്ള ലഭ്യതയ്ക്കുള്ള ഇലക്ട്രോണിക് കാർഡിന്റെ വിതരണം വിശ്വശാന്തി ഫൗണ്ടേഷൻ ഡയറക്ടർ സജീവ് സോമൻ നിർവഹിച്ചു. കുടിവെള്ളക്ഷാമം നേരിടുന്ന കൂടുതൽ പ്രദേശങ്ങളിൽ കൂടുതൽ പ്ലാന്റുകൾ സ്ഥാപിക്കാനാണ് ഫൗണ്ടേഷൻ ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 ആലപ്പുഴ. ഭരണസമിതിക്കെതിരെ പ്രതിഷേധവുമായി CPM. അട്ടമല സ്വദേശി ജലജാകൃഷ്ണന്റെ മരണത്തിന് കാരണം സഹപ്രവർത്തകയും വാർഡ് മെമ്പറും മാനസികമായി പീഡിപ്പിച്ചതിനാലാണെന്നാണ് പരാതി. രതീഷ് വാസ്തേവൻ വിവരങ്ങൾ പങ്കുവെക്കും. രതീഷ്, എന്താണ് സംഭവിച്ചത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണം? കുറച്ച് നാളുകളായി ഈ ജലജാകൃഷ്ണന്റെ അംഗനവാടിയിലെ അവരുടെ വർക്കറും ഇവരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഇത് ICDCയിലൊക്കെ നിരവധി പരാതികൾ ഇവർ കൊടുത്തിരുന്നു. പഞ്ചായത്ത് ഭരണസമിതിയെയും പഞ്ചായത്ത് അംഗങ്ങളെയൊക്കെ ഈ വിഷയം അറിയിച്ചിരുന്നു. വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചിരുന്നു. എന്നാൽ കൃത്യമായ സമയത്ത് ഈ വിഷയം പരിഹരിക്കാനോ ഇവർ തമ്മിലുള്ള എന്താ ധാരണപ്പിശക് മാറ്റാനോ ഒന്നും തന്നെ മുൻകൈ എടുക്കാൻ ഭരണസമിതി തയ്യാറായില്ല, ICDC തയ്യാറായിട്ടില്ല എന്നതാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചത്. തുടർന്ന് കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരെ രണ്ടുപേരെയും ജൂൺ 3 ICDS നടപടിയെടുക്കുന്നു. ഇവരുടെ 2 പേരിൽ ഇവരെ സസ്പെൻഡ് ചെയ്യുന്നു. തുടർന്ന് വലിയ മാനസിക വിഷമത്തിലായിരുന്നു, മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ഈ അംഗൻവാടി ടീച്ചർ. എന്തായാലും ഇതേ തുടർന്നാണ് ഇവർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില വാട്സപ്പ് സന്ദേശങ്ങളും ഇവർ അവസാനം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ഗ്രൂപ്പുകളിൽ. എന്തായാലും ഈ മാനസിക സമ്മർദ്ദമാണ് ഇവരെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ ഉൾപ്പെടെ ആരോപിക്കുന്നത്. ഇത് വേണ്ട സമയത്ത് പഞ്ചായത്ത് ഭരണസമിതിയോ ICDSന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരോ ഇടപെട്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു മരണം ഒഴിവാക്കാൻ ആണ് ഇപ്പോൾ പ്രതിപക്ഷം CPM ആരോപിക്കുന്നത്. തുടർന്ന് പ്രതിഷേധവുമായി ഇന്ന് CPM പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ അന്വേഷണം നടക്കണം, ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇപ്പോൾ CPM ഉന്നയിക്കുന്നത്. എന്തായാലും ദൗർഭാഗ്യകരമായ മരണം നടന്നിരിക്കുന്നു. ഇത് സംബന്ധിച്ച് അന്വേഷണത്തിന്, അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ബന്ധുക്കളുടെ പരാതിയിൽ ഇത് സംബന്ധിച്ച് അന്വേഷണം കൃത്യമായി നടക്കുമെന്നാണ് മേപ്പാടി പോലീസ് പറയുന്നത്. ഇതിനിടയിലാണ് CPM ഇതൊരു ഇടപെടൽ വൈകിപ്പിച്ച മരണമാണ്, അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഭരണസമിതിയുടെയും ICDS ഉദ്യോഗസ്ഥരുടെയും കൃത്യമായ സമയത്തുള്ള ഇടപെടൽ ഈ മരണത്തെ മാറ്റി നിർത്താൻ, ഈ മരണം ഒഴിവാക്കാമെന്ന സംഗതിയായിരുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ CPMന്റെ നേതൃത്വത്തിൽ മേപ്പാടി പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കുന്നത്. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം, പഞ്ചായത്ത് ഭരണസമിതി ഇതിൽ കൃത്യമായ മറുപടി പറയണം തുടങ്ങിയവയാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ശരി, രതീഷ് വാസ്തേവൻ വിവരങ്ങൾ പങ്കുവച്ചു. ബെൽജിയം ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഏർപ്പെടുത്തിയ അന്താരാഷ്ട്ര പുരസ്കാരം KSRTCക്ക്. സ്പെയിനിലെ ബാഴ്സലോണയിൽ നടക്കുന്ന UITP പൊതുഗതാഗത ഉച്ചകോടിയിൽ വെച്ച് പുരസ്കാരം KSRTC CMDയും സംസ്ഥാന ഗതാഗത സെക്രട്ടറിയുമായ ബിജു പ്രഭാകർ ഏറ്റുവാങ്ങി. 3 വർഷമായി KSRTCയിൽ നടക്കുന്ന പുനഃക്രമീകരണ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിട്ടാണ് KSRTCയെ പുരസ്കാരത്തിനായി പരിഗണിച്ചത്. പരിമിതികളോട് പടവെട്ടി പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുകയാണ് പാലക്കാട് പട്ടാമ്പി പ്രഭാപുരം സ്വദേശി നൌഷിജ. കുട്ടിക്കാലം മുതൽ വീൽചെയറിൽ ജീവിക്കുന്ന നൌഷിജ മനോഹരമായ കുടകൾ നിർമ്മിച്ചാണ് സ്വയം പര്യാപ്തയാകുന്നത്. 4 വർഷം കൊണ്ട് 1500-ലധികം കുടകളാണ് നൌഷിജ നിർമ്മിച്ചത്. നൌഷിജ നിർമ്മിക്കുന്ന കുടയ്ക്ക് 7 വർണ്ണങ്ങളാണെങ്കിലും നൌഷിജയുടെ ജീവിതത്തിന് അത്ര നിറച്ചാർത്തു പോരാ. കുട്ടിക്കാലം മുതൽ വീൽചെയറിൽ കഴിയുന്ന നൌഷിജ
സ്കൂൾ അനുബന്ധ സാധന സാമഗ്രികളാണ് നിർമ്മിക്കുന്നത്. 4 വർഷമായി കുട നിർമ്മാണം തുടങ്ങിയിട്ട്. പേപ്പർ പേന, ബാഗ് നിർമ്മാണം എന്നിവയും പരിമിതികൾ മറികടന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കൂറ്റനാട് പ്രതീക്ഷ പാലിയേറ്റീവ് കെയറിന്റെ സഹായത്തോടെയാണ് കുട നിർമ്മാണം. ഇതുവരെ 1500-ലേറെ കുടകൾ നിർമ്മിച്ചു. വിപണിയിലേതിനേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് വിൽപ്പന. കുട്ടിക്കുട മുതൽ തുപ്പിക്കുട, 3-ഫോൾഡ് കുട, വാഗമൺ സ്റ്റിക്ക് കുട, കാലൻ കുടകൾ തുടങ്ങിയവയാണ് നിർമ്മിക്കുന്നത്. അതിപ്പോൾ 5 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട്. ഇതുവരെ അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ വിറ്റുപോയി. കൊറോണ സമയത്ത് ഒന്ന് ഇതേമാതിരിയൊക്കെ സ്റ്റോക്കായി. പിന്നീട് അത് ഇങ്ങനെ ആൾക്കാരൊക്കെ അറിയപ്പെട്ട് അങ്ങനെ കയറിപ്പോയി. ഇപ്പോഴും ഒരുപാട് കുടകൾ സ്റ്റോക്ക് ഉണ്ട്. ഇപ്പം മഴ ഇതുവരെ പെയ്തിട്ടില്ലല്ലോ. മഴ ആയി കഴിഞ്ഞാൽ കയറുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ നിങ്ങളൊക്കെ എല്ലാവരും സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നാണ് കുടകൾ നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുന്നത്. കൈകൊണ്ട് തുന്നുന്ന കുടകളായതിനാൽ ഈടും ഗുണമേന്മയും നൌഷിജ ഉറപ്പു നൽകുന്നുണ്ട്. തന്റെ പരിമിതികൾ തരണം ചെയ്ത് മുന്നേറുന്ന നൌഷിജയുടെ കുടകൾക്ക് ആവശ്യക്കാരും ഏറെയാണ്. ന്യൂസ് 18 പട്ടാമ്പി. കാസർഗോഡ് നീലേശ്വരം പള്ളിക്കര റെയിൽവേ മേൽപ്പാല നിർമ്മാണം പൂർത്തിയായി. ദേശീയപാതയിൽ മുംബൈക്കും കന്യാകുമാരിക്കും ഇടയിലുള്ള അവസാന റെയിൽവേ ഗേറ്റാണ് ഇതോടെ ഒഴിവാകുന്നത്. നീണ്ട 15 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ദേശീയപാതയിലെ പള്ളിക്കര റെയിൽവേ മേൽപ്പാലം ഗതാഗതത്തിനൊരുങ്ങി. ഈ മാസം അവസാന വാരം പാലത്തിലൂടെ പരീക്ഷണാടിസ്ഥാനത്തിൽ വാഹനങ്ങൾ കടത്തിവിടും. ഇതോടെ കൊച്ചി മുതൽ പൻവേൽ വരെയുള്ള ദേശീയപാതയിലെ അവസാന ലെവൽ ക്രോസ് ഓർമ്മയാകും. 2018 മേൽപ്പാല നിർമ്മാണം ആരംഭിച്ചത്. എറണാകുളത്തെ EKK ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡാണ് പാലം നിർമ്മാണം ഏറ്റെടുത്തത്. 68 കോടിയോളം ചെലവിൽ 780 മീറ്റർ നീളത്തിലും 45 മീറ്റർ വീതിയിലും 4 വരിയായാണ് പാലം നിർമ്മിച്ചത്. ദേശീയപാതയിൽ റെയിൽവേ ഗേറ്റുള്ള ഏക സ്ഥലം പള്ളിക്കരയാണ്. 29ഓളം ട്രെയിനുകൾ ദിവസവും പാളത്തിലൂടെ കടന്നുപോകുന്നുണ്ട്. മേൽപ്പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ ഇവിടുത്തെ ഗതാഗത കുരുക്കിനും പരിഹാരമാകും. അതിഗുരുതരാവസ്ഥയിലുള്ള രോഗികളെയും കൊണ്ട് മംഗളൂരുവിലേക്കും കണ്ണൂരിലേക്കും പോകുന്ന ആംബുലൻസുകളടക്കം റെയിൽവേ ഗേറ്റിന് മുന്നിൽ നിൽക്കേണ്ടി വരുന്ന ഗതികേടിലായിരുന്നു. ട്രെയിനുകൾ കടന്നുപോകുമ്പോൾ വാഹനങ്ങളുടെ നിര തെക്ക് കാര്യങ്കോട്ട് പാലത്തോളവും വടക്ക് കരുവാച്ചേരി വരെയും നീണ്ടുപോകാറുണ്ട്. പല രോഗികളെയും കൊണ്ടുപോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ട് നമ്മൾ നേരിട്ട് കാണുന്നതാണ്. അതെല്ലാം പരിഹരിക്കുക ഏറ്റവും നല്ല ഒരു ഈ റെയിൽവേ ഈ പാത തുറന്നു കൊടുത്താൽ കേരളത്തിൽ മൊത്തമുള്ള ജനങ്ങൾക്കും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ള ജനങ്ങൾക്കും വലിയൊരു ഉപകാരമായിരിക്കും. കോവിഡ് കാലം, കനത്ത മഴ, സാങ്കേതിക അനുമതി തുടങ്ങിയവയെ അതിജീവിച്ചാണ് ഇപ്പോൾ പാലം നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. പാലത്തിന് മുകളിൽ ഇരുവശങ്ങളിലുമായി വിളക്കുകളും സ്ഥാപിച്ചു കഴിഞ്ഞു. വാഹനങ്ങൾ കടത്തിവിടുന്നതോടെ പള്ളിക്കര ലെവൽ ക്രോസ് എന്നേക്കുമായി അടച്ചിടും. ന്യൂസ് 18 കാസർഗോഡ്. ഗുരുതരമായി കരൾ രോഗം ബാധിച്ച 16-കാരിയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ നിർധന കുടുംബം. കോഴിക്കോട് വടകര മണിയൂരിലെ അഭിരാമിയാണ് ജീവൻ നിലനിർത്താനുള്ള പോരാട്ടത്തിൽ നിസ്സഹായരായിരിക്കുന്നത്. നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഇതാണ് അഭിരാമിയുടെ വീട്. +1 പഠിക്കുന്നതിനിടയിലാണ് പനി ബാധിച്ചത്. തുടർന്ന് പരിശോധനയിലാണ് കരളിനെ ബാധിച്ച ഗുരുതരമായ രോഗം ശ്രദ്ധയിൽപ്പെട്ടത്. കരൾ മാറ്റി നൽകാൻ അമ്മയുണ്ടെങ്കിലും മാറ്റിവെക്കാൻ ആവശ്യമായ 30 ലക്ഷം രൂപ കൂലിപ്പണിക്കാരനായ അച്ഛനോ കുടുംബത്തിനോ താങ്ങാനാകില്ല. നാട്ടുകാർ രൂപീകരിച്ച ചികിത്സാ കമ്മിറ്റിയിലാണ് ഏക പ്രതീക്ഷ. ഇപ്പൊ അവർക്ക് ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 30 ലക്ഷം ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത തുകയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും മുന്നിലേക്ക് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. തൊഴിലുറപ്പ് ജോലിയാണ് അമ്മ രമയ്ക്ക്. അഭിരാമിക്കും മകനും ഭർത്തൃമാതാവിനുമൊപ്പം ഒറ്റമുറി കുടിലിൽ ജീവിക്കുന്ന ഇവരുടെ ദുരിതം കരൾ അലിയിപ്പിക്കുന്നതാണ്. ഏതാനും ദിവസത്തിനകം ശസ്ത്രക്രിയ നടത്തേണ്ടതുണ്ട്. ഉദാരമതികൾ സഹായിക്കണമെന്നാണ് ചികിത്സാ സഹായ കമ്മിറ്റി അഭ്യർത്ഥിക്കുന്നത്. ന്യൂസ് 18 വടകര. വയനാട് പെരിക്കല്ലൂരിൽ തെങ്ങിന് മുകളിൽ കയറി കോഴി ഫാം ഉടമയുടെ ആത്മഹത്യാ ഭീഷണി. മോഹനാണ് തെങ്ങിന് മുകളിൽ കയറി ഭീഷണി മുഴക്കുന്നത്. ഇത് മറ്റുള്ളൊരു കാര്യം എനിക്ക് തെങ്ങിന് മുകളിൽ കയറിയാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. കോഴിഫാം ഉടമയല്ല എന്നാണ് മനസ്സിലാകുന്നത്. ആദ്യം കോഴിഫാം ഉടമയാണെന്ന് വായിച്ചിരുന്നു. രതീഷ്, എന്താണ് കാരണം? ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്? രഞ്ജിത്ത്, ഇത് ഒരു കാർഷിക മേഖലയാണ്. ഇവിടെ ഈ ഇദ്ദേഹം ഒരു കർഷക തൊഴിലാളിയാണ്. ഇദ്ദേഹത്തിന്റെ വീടിനോട് ചേർന്നാണ് വലിയൊരു കോഴി ഫാം ഉള്ളത്. ഈ കോഴി ഫാം മാനദണ്ഡപ്രകാരമല്ല നിർമ്മിച്ചതെന്ന് ആക്ഷേപം പൊതുവെ ഈ നാട്ടുകാർക്കൊക്കെ ഉണ്ട്. കാരണം ഈ ദൂരപരിധി പാലിച്ചിട്ടില്ല,
അതുകൊണ്ട് തന്നെ വലിയ ദുർഗന്ധവും മറ്റും വീട്ടുകാർക്കുണ്ട്. തൊട്ടടുത്ത് ഒരുപാട് നിരവധി വീടുകളുള്ള ഇടമാണിത്. ഇതിന് ഇത്തരത്തിൽ അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് ചില പ്രതിഷേധമുണ്ടായിരുന്നു. തുടർന്ന് ഇദ്ദേഹത്തിന്റെ വീടിനോട് തൊട്ടു ചേർന്നാണ് ഈ കോഴി ഫാം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ദുർഗന്ധമുണ്ട് എന്നൊക്കെ നിരവധി ഉടമകളോട് ഉൾപ്പെടെ പറഞ്ഞിരുന്നു. പഞ്ചായത്തിലും മറ്റ് വിവിധ നിയമവേദികളിലും ഇദ്ദേഹം പരാതി ഉന്നയിച്ചിരുന്നു. ഇതിലൊന്നും കാര്യങ്ങൾ നടന്നില്ല. എന്നതിനെ തുടർന്നാണ് ഇപ്പോൾ ഇദ്ദേഹം വളരെ ആകസ്മികമായി വളരെ വേദനയോടെ തന്നെയാണ് അദ്ദേഹം നമ്മളെ സംസാരിച്ചിരുന്നു. തനിക്ക് നീതി ലഭിക്കുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് താൻ ഇത്തരത്തിൽ ആത്മഹത്യ ശ്രമം നടത്തുന്നത്. ഇനി ഈ വീട്ടിൽ ഇത്തരത്തിൽ കഴിയാൻ കഴിയില്ല. പഞ്ചായത്ത് തന്നോട് വളരെ ക്രൂരമായാണ് പെരുമാറുന്നത്. താൻ നിർമ്മിച്ച ഒരു മൺകട്ട കൊണ്ട് നിർമ്മിച്ച ഈ വീടിന് 360 രൂപ നികുതി ഇടുന്നു. തനിക്ക് വീട്ടു നമ്പർ ഇട്ടു തരാതിരിക്കുന്നു. ഇതെല്ലാം ഈ കോഴി ഫാം ഉടമയുമായി ബന്ധപ്പെട്ട് ചേർന്നുകൊണ്ടാണ് പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെ കൈക്കൂലി വാങ്ങിയെന്നുൾപ്പെടെ ഇദ്ദേഹം ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഇദ്ദേഹത്തെ അനുവദിപ്പിച്ച് താഴെ ഇറക്കാനുള്ള ശ്രമത്തിലാണ്. പോലീസും ഉണ്ട്, പുൽപ്പള്ളി പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട്, അതേപോലെ ഫയർഫോഴ്സും ഉണ്ട്. താഴെ വല വിരിച്ചിട്ടുണ്ട്. അബദ്ധത്തിൽ അദ്ദേഹം ഒരുപക്ഷെ തെങ്ങിന്റെ മുകളിലാണ്, കാറ്റും മറ്റും അടിക്കുമ്പോൾ വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി വല വിരിച്ച് സുരക്ഷിതമായി അദ്ദേഹത്തെ താഴെ ഇറക്കാനുള്ള ശ്രമമാണ്. എന്തായാലും നാട്ടുകാരിൽ വലിയ പ്രതിഷേധമുണ്ട്. കാരണം കൃത്യസമയത്ത് ഇത്ര മാനദണ്ഡങ്ങൾ ഇല്ലാതെ ഇത്തരത്തിൽ ഒരു ജനവാസ പ്രദേശത്ത് കോഴി ഫാം മാനദണ്ഡങ്ങൾ ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നത് എന്ന ആക്ഷേപം പൊതുവെ എല്ലാവർക്കും ഉണ്ട്. നടപടികളില്ലാതെ രതീഷ് വാസുദേവൻ വിവരങ്ങൾ പങ്കുവച്ചു. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിന് നാളെ തുടക്കം. ലണ്ടനിലെ ഓവലിൽ വൈകിട്ട് 3 മണി മുതലാണ് ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടം. ജസ്പ്രീത് ബുംറയുടെയും ഋഷഭ് പന്തിന്റെയും അഭാവം ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയാണ് ആരാധകർക്ക്. വിക്കറ്റ് കീപ്പറായി KS ഭരതിനെ ഉൾപ്പെടുത്താനാണ് സാധ്യത. കന്നി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ന്യൂസിലൻഡിനോട് തോൽവി വഴങ്ങിയ ഇന്ത്യ വിജയികൾക്കുള്ള ചെങ്കോൽ ഇത്തവണ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇംഗ്ലണ്ടിലുള്ളത്. ജസ്പ്രീത് ബുംറയുടെയും ഋഷഭ് പന്തിന്റെയും അഭാവം തിരിച്ചടിയാണെങ്കിലും പകരക്കാരുടെ മികവ് ഈ വിടവെല്ലാം നികത്തുമെന്നാണ് കണക്കുകൂട്ടുന്നത്. എത്ര സ്പിന്നർമാരെ കളത്തിലിറക്കണമെന്ന കാര്യത്തിലും കാര്യമായ ആലോചന വേണ്ടിവരും. ഒറ്റ സ്പിന്നറെ മതിയം തീരുമാനിച്ചാൽ ലോക റാങ്കിങ്ങിലെ 1-ാം നമ്പറുകാരൻ അശ്വിന് തന്നെ നറുക്കുവീഴും. മുഹമ്മദ് ഷമിക്കും സിറാജിനുമൊപ്പം ഉമേഷ് യാദവോ ഷാർദുൽ ഠാക്കൂറോ 3-ാം പേസറായി എത്തും. വിക്കറ്റ് കീപ്പർമാരായി KS ഭരത്തും ഇഷാൻ കിഷനും ഇംഗ്ലീഷ് മണ്ണിലുണ്ടെങ്കിലും ഭരത്തിനെ ഭരമേൽപ്പിക്കും കീപ്പിംഗ് ഗ്ലൗസ്. വിരാട് കോഹ്ലി, ചേതേശ്വർ പൂജാര, രഹാനെ, ശുഭ്മാൻ ഗിൽ. ബാറ്റിംഗ് നിരയിൽ വലിയ ആശങ്കയില്ല. ജോഷ് ഹേസൽവുഡ് പരിക്കേറ്റ് പുറത്തായത് മാറ്റി നിർത്തിയാൽ മുഴുവൻ കരുത്തിലാണ് ഓസീസ് സംഘം. പ്രധാനപ്പെട്ട ICC കിരീടങ്ങളെല്ലാം ഷെൽഫിലുള്ള ഇരു ടീമിനും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് മേസ് കൂടി സ്വന്തമാക്കണം. ഓവലിലെ വെയിലത്ത് ബാറ്റിംഗ് ദുഷ്കരമാകില്ല എന്നാണ് വിലയിരുത്തലുകൾ. സ്പിന്നർമാർക്ക് 3-ാം ദിനം മുതൽ ആനുകൂല്യവുമുണ്ടാകും. ചാമ്പ്യൻഷിപ്പ് ഫൈനലായതിനാൽ ഒരു റിസർവ് ദിനം കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കാലാവസ്ഥ പ്രതികൂലമായാലും റിസർവ് ദിനമുള്ളതിനാൽ വിജയിയെ കണ്ടെത്തുക പ്രയാസകരമല്ല. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. ഇനി സ്വർണം, വെള്ളി